നമ്മുടെ ആർക്കിടെക്ട് ഇതിന് പേര് കൊടുത്തത് തന്നെ ഹൗസ് ഓണേഴ്സ് സ്ലോപ്പ് എന്നാണ്. താഴെയാണല്ലോ നമ്മുടെ പഴയ വീട്. ഒരു ലോഡ് മണ്ണ് പോലും ഇവിടുന്ന് എങ്ങോട്ടും മാറ്റേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഒരു റെഫറൻസ് പോലെ ആൾക്കാർ ഈ വീട് വന്ന് നോക്കുന്നുണ്ട്. ഇനി വീട് വെക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒത്തിരി പേര് ആർക്കിടെക്റ്റിന്റെ നമ്പർ ചോദിച്ചു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷമാണ്. ശരിക്കും നമ്മളിവിടെ ഒരു ഫോട്ടോ കോർണർ പോലെ വരുന്നവരെല്ലാവരും ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തു. അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഈ സ്ഥലത്തിന് അനുയോജ്യമായിട്ടാണ് നമ്മൾ ഈ പ്ലാൻ രൂപപ്പെടുത്തിയത്. ഷമ്മീന്റെ ഒരു സന്തോഷമാണ്. വലിയൊരു ജോയിന്റ് ഫാമിലി, ചെറിയ ജോയിന്റ് ഫാമിലി. അപ്പം അവരാണെങ്കിലും ഇത്ര ഒരു വലിയ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ പാചകവും അവിടെ അവരുടെ കൂടിച്ചേരലും നടക്കും. അപ്പൊ എപ്പോഴും മറ്റേ ഇൻവോൾവ് ആയിരിക്കും ആക്ടിവിറ്റീസിൽ. മൊത്തം എല്ലാരും ഒന്നിപ്പിക്കുന്ന ഒരു ഇടമായിട്ട് ഈ മൊത്തത്തിൽ ഈ ഏരിയ മാറുകയാണ്. പുതിയൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, പിഞ്ചു, നമ്മൾ എവിടെയാ? ഞങ്ങള് വയനാട് ജില്ലയിലെ കേണിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അതെ, അല്ലേ? ഇവിടെ ഒരു വീട് പണിതിട്ടുണ്ട്. നമ്മുടെ സ്ഥിരം ആർക്കിടെക്ട് ഉണ്ട് ഒരു, അല്ലേ? ഷമ്മി. ഷമ്മിത നമ്മുടെ വയനാട്ടിൽ വന്നിട്ടൊരു മനോഹരമായിട്ടുള്ള വീട് പണിതിട്ടുണ്ട്. ഈ വീട് കൂടുതൽ മനോഹരമാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊരു കൂട്ടുകുടുംബത്തിന്റെ വീടാണ്. അതെ അതെ, ഒരു വൈബ് ജോയിന്റ് ഫാമിലിയുടെ വീടാണ് കേട്ടോ. അതെ, ഇവർക്കൊരു പഴയ വീടുണ്ട് ഇവിടെ മുറ്റത്ത്, ഒരു ഓടിട്ട വീടാണ്. ആ വീട് പൊളിക്കാതെ തന്നെ അതിന്റെ പുറകിൽ പുതിയൊരു മനോഹരമായ വീട് പണിതിരിക്കുക. അത് വേറെ കുറെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിരപ്പൊന്നും ആക്കിയിട്ടില്ല. ആ സ്ലോപ്പ്, അതായത് കോണ്ടൂർ എങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ 2500 സ്ക്വയർ ഫീറ്റ് വീട് പണിതിരിക്കുന്നത്. ഒരു 4 ബെഡ്റൂം വീടാണ്. ആ വീട്ടിലെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറേ ഇടങ്ങളുള്ള ഒരു അടിപൊളി വീടാണ് നമ്മൾ. ഇടങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസൈൻ തന്നെ വ്യത്യസ്തമാണ്. കാരണം സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു തോട്ടിലുള്ള വീട് ശൈലി ഒന്നല്ല ഉള്ളത്. അപ്പോൾ എൻ്റെ പുറകിലാണ് നമ്മൾ കാത്തിരുന്നിട്ടുള്ള ആ വീടും ആ വലിയ കുടുംബവും. വലിയ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബമാണ്. ചേട്ടനും അനിയനും, അല്ലേ, ഭാര്യമാരും മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു സന്തുഷ്ട കൂട്ടുകുടുംബം, അല്ലേ? ശരിക്കും സാധാരണ എൻ്റെ ഒരു ഡൗട്ടാണ്, നിങ്ങൾ ആദ്യം പരിചയപ്പെടുത്തി കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. അച്ഛൻ്റെ പേര് ഷാജി, അമ്മയുടെ പേര് ലാലി, ഷാലു, ചിഞ്ചു, ലാലു, ആര്യ. ലാമയുണ്ട്, അല്ലേ? ഒരു ലാലുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, സാധാരണ നമ്മളിപ്പോൾ ഒരു 90s കിഡ്സ് 80s കിഡ്സ് എന്നൊക്കെ പറഞ്ഞ ലെവൽ ആളുകളൊക്കെ പൊതുവേ വേറൊരു വീട് വെച്ച് മാറുന്ന പതിവായിരിക്കും ഉണ്ടാവുക. ചേട്ടനും ഒരു വീട്, അനിയനൊരു വീട്, അല്ലെങ്കിൽ നമ്മുടെ തറവാട്ട് വീട് അനിയനായിരിക്കും, അങ്ങനെയായിരിക്കും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു വീട് വെച്ചാൽ മാറിയിരിക്കും. അങ്ങനെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആയി പിരിഞ്ഞു പോയൊന്നുമില്ല. അതെന്താ കാര്യം? ഒന്നുമില്ല, അതാണ് അനുയോജ്യം തോന്നി. ഒന്നിച്ച് വെക്കാനാണ് താല്പര്യം. അതെ അതെ. എന്താ ചെയ്യുന്നേ? ഞാനൊരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഇത് വൈഫാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഞാൻ ദുബായിൽ കമ്പനി വർക്ക് ചെയ്യാണ്. ആളും അവിടെ ഹൗസ് വൈഫാണ്. 2025 ഡിസംബർ 21 നിങ്ങൾ ഈ വീട്ടിൽ കയറിത്താമസം ആരംഭിച്ചത്. ഇത്ര കുറച്ച് ദിവസം ആയുള്ളൂ, എന്നാലും എങ്ങനെയുണ്ട് ഈ വീടിന്റെ മൊത്തത്തിലൊരു എക്സ്പീരിയൻസ്? ഈ സ്ഥലത്തിന് അനുയോജ്യമായിട്ടാണ് നമ്മൾ ഈ പ്ലാൻ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. അതായത് ഷമ്മീന്റെ ഒരു സന്തോഷമാണ്. അപ്പൊ ഷമ്മി, ഹാപ്പി ന്യൂ ഇയർ. 2026 നമ്മുടെ ആദ്യത്തെ വർക്കാണ്. വയനാട്ടിലേക്ക് നമ്മള് സോഷ്യൽ മീഡിയ വഴിയാണ് ക്ലയന്റ് അപ്രോച്ച് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്തു. അപ്പൊ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതായത് കോണ്ടൂർസ് ആയിരുന്നു, ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഉണ്ട് ആൾറെഡി. അപ്പൊ അത് കഴിഞ്ഞിട്ട് മുകളിലോട്ടാണ് സ്ഥലം ഉള്ളത്. അപ്പോൾ ഇവരുടെ കൺസേൺ എന്തായിരുന്നു വെച്ചാൽ അത് നമ്മൾ ഫുള്ള് ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്യണോ എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ സൈറ്റ് വന്ന് കോണ്ടൂർ മാപ്പിംഗ് ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ ആവശ്യമില്ല. നമുക്കത് സിംഗിൾ സ്റ്റോറീഡ് ആണെങ്കിൽ പോലും നമുക്കൊരു 2 തട്ടിൽ ചെയ്യാൻ പറ്റും. പിന്നെ ക്ലയന്റ് ഓപ്പൺ ആയിരുന്നു, നമുക്ക് എന്തും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇവരുടെ പഴയ വീട് അവിടെ തന്നെ മുൻപിലുണ്ട്. അപ്പൊ അവിടുന്ന് മാറിയിട്ടാണ് ഈ കൂട്ടുകുടുംബം ഇങ്ങോട്ടേക്ക് താമസം മാറിയിരിക്കുന്നത്. നമ്മള് എക്സിസ്റ്റിംഗ് ബിൽഡിംഗിൽ നിന്ന് ഒരു നാച്ചുറൽ സ്ലോപ്പ് കയറിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് എത്തുന്നത്. അപ്പൊ ഒരു ചെറിയ മുറ്റം പോലൊരു സ്പേസ് ഉണ്ട്. പിന്നെ അതിലാണെങ്കിലും ഈ മാവൊക്കെ നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സൈഡ് നമ്മൾ റീറ്റെയിനിങ് വാള് കൊടുത്തിട്ടുണ്ട് ഫോർ സേഫ്റ്റി. പിന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നത് വരാന്ത സ്പേസിലോട്ടാണ്. ഒരു ട്രഡീഷണൽ ആംബിയൻസിലുള്ള കുറച്ച് എലമെന്റുകളൊക്കെ ഉള്ള ഒരു വരാന്ത സ്പേസ് ആണ്. അപ്പൊ അവിടെയാണ് വുഡൻ എലമെന്റ്സ് ഒരുപാട് വന്നത്. ആ ഡിസൈൻ ഒക്കെ ഉണ്ടോ? അതെ അതെ. അതാണെങ്കിലും നമ്മൾ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വുഡ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ റീപർപ്പസ് ചെയ്താണ്. ഇൻബിൽഡ് ആയിട്ടുള്ള സിറ്റിംഗ് സ്പേസ്. അതിന്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കർവ് ചെയ്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്.
തൊട്ടപ്പുറത്ത് ഒരു ഊഞ്ഞാലും ഊഞ്ഞാലും കൊടുത്തിട്ടുണ്ട്. സാധാരണ പിഞ്ചുമാണ് എപ്പോഴും കയറി ഇരിക്കുന്നത്, പ്രാവശ്യം ഞാൻ ഇരിക്കാൻ വിചാരിച്ചു. കൊള്ളാം. ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഫ്ലോറിങ് എന്ന് പറഞ്ഞാൽ കുറേ പല ടൈപ്പ് കൊണ്ട് ഒരു മിക്സ് വെറൈറ്റി ബ്ലെൻഡഡ് ആയിട്ടുള്ള അതൊരു സിംഗിൾ ടൈലാണ്, 20x20 ഒരു സിംഗിൾ ടൈലാണ്. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ എഡ്ജസ് നമ്മൾ സ്ക്വയറിഷ് ആക്കാതെ അതൊരു സിഗ്സാഗ് ആയിട്ടുള്ള പാറ്റേണിൽ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഡിസൈൻ ഉള്ളിലും കാണാൻ പറ്റും. പിന്നെ മൊത്തത്തിൽ ഒരു സിമെന്റ് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊരു ഫോഗ് എന്നാണ് ഇതിന് പറയാ. ഫോഗ് തൊട്ട് കഴിഞ്ഞാൽ ആ പരിപരിപ്പൊന്നും ഉണ്ടാവില്ല, സ്മൂത്ത് ആയിട്ടാണ് ഉണ്ടാവും. കാണുമ്പോൾ അങ്ങനെയാണെന്നുള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് കയറി. ഹൗസ് ഓൺ എ സ്ലോപ്പ്, ചെരുവിലുള്ള വീട്. എനിക്ക് ഷമ്മി വീടുകൾക്ക് ഇടുന്ന പേരുകളൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നാറുണ്ട്. കറക്റ്റ് ഒരു കണ്ടക്സ്റ്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. ഒരു വെയിറ്റ് ഉള്ള പേര് വേണമെന്ന് തപ്പി കണ്ടുപിടിക്കാറില്ല. ആ കോണ്ടെക്സ്റ്റ് എന്ത് കിട്ടുന്നു അതാണ് പേര്. കഴിഞ്ഞ ദിവസം നമ്മൾ ബട്ടർഫ്ലൈ ഹൗസ് ഒക്കെ ചെയ്ത പോലെ. അതുപോലെ തന്നെ ഡിസൈനിലായാലും തീമിലായാലും ഇപ്പൊ ഈ വീട്ടിലേക്ക് നോക്കുക, നിങ്ങൾ എന്തൊരു മാച്ചിങ് ആയിട്ടാണ് ഓരോ തീമും ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ കളർ ആണെങ്കിലും, ഇപ്പൊ സോഫയുടെ കളർ ആണെങ്കിലും, ഇപ്പൊ അതേ അവിടെ ഇരിക്കുന്ന വാളിന്റെ പെയിന്റിന്റെ കളർ ആണെങ്കിലും കറക്റ്റ് ആയിട്ട് മാച്ചിങ് കാണാം. ആ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തുകൊണ്ട് കോംപ്രമൈസ് ചെയ്യാറുണ്ടോ അത്രയും കാര്യങ്ങൾ? ഇല്ല. മാക്സിമം നമ്മൾ ക്ലയന്റിനെ കൺവിൻസ് ചെയ്യാൻ നോക്കും. പിന്നെ അത് ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ്. എന്നാലും പരമാവധി സെറ്റ് ആക്കുന്നുണ്ട്. അതെ. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ ലിവിംഗിലാണ്. അതായത് ഓപ്പൺ പ്ലാൻ കോൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് ലിവിംഗ് വരുന്നു, പിന്നെ ഡൈനിങ് വരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചൺ വരുന്നു. കിച്ചൺ ഒറ്റ അടുക്കിലാണ്, ഒറ്റ ലൈനിലാണ് വരുന്നത്. വലിയൊരു സ്പേസ് ആണ്. അതെ, വലിയൊരു സ്പേസ് ആണ്. അപ്പൊ ആ ഒരു കൺജഷൻ ഒന്നും ഫീൽ ചെയ്യാതെ നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ട് തോന്നും നമ്മൾ കയറി കഴിഞ്ഞാൽ ഉള്ളിൽ. അതെ. മാത്രമല്ല അത് ഡ്രസ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അതെ. അതും കുറച്ച് ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു നമ്മൾ നോർമലി കൊടുക്കുന്ന 10 അടിനേക്കാളും കൂടുതൽ എടുത്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അത് പല അടുക്കുകൾ പോലെയാണ് വന്നിരിക്കുന്നത്. അതെ, തട്ടായിട്ട് അങ്ങനെ വന്നിരിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ സ്ലോപ്പ് ഇത് ഇവിടെ ആൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന സോഫയാണ്. അപ്പൊ അത് നമ്മള് കളറൊക്കെ നമ്മുടെ തീമിനനുസരിച്ച് മാറ്റി പോളിഷ് ചെയ്യുക ചെയ്തത്. പിന്നെ ഫാബ്രിക് ഒക്കെ ഒന്ന് മാറ്റി, അതും നമ്മുടെ തീമിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തു. ഒരു സിംഗിൾ സീറ്റർ മാത്രമാണ് നമ്മൾ പുതിയതായിട്ട് എടുത്തത്. അതാ ഇട്ടിരിക്കുന്ന പൊസിഷൻ വരെ ഇഷ്ടപ്പെട്ടു. അല്ല, അത് നമ്മൾ കീപ്പ് ചെയ്യും. നമ്മൾ ഫർണിച്ചർ ലെവലിൽ ഇട്ടിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യാറ്. യെസ്. ഇങ്ങോട്ട് വരാം. ഡൈനിങ് സ്പേസ് ഒരു റൗണ്ട് ടേബിൾ ആണ് വന്നിരിക്കുന്നത്. ഓറഞ്ച് ഒക്കെ ഇട്ടുള്ള ഷമ്മി, ഒരു ഓറഞ്ച് പൊളിച്ചാലോ? അതില് നമ്മള് ഈ രത്തൻ ആണ് ഇതില് സീറ്റിംഗിൽ കൊടുത്തിരിക്കുന്നത്. അതും 2 ടൈപ്പ് ഉണ്ട്. അതായത് ഡാർക്ക് ആയിട്ടുള്ള മാറ്റ് ബ്ലാക്ക് രത്തനും കൊടുത്തിട്ടുണ്ട്, പിന്നെ ലൈറ്റ് ആയിട്ടുള്ള നോർമൽ കണ്ടുവരുന്ന ഒരു കളറും കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ഇത് മതിയില്ലേ ശരിക്കും ആ സ്പേസ്? അതെ. ഒരു 5 ആൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പം നേരെ ഒരു കിച്ചൺ ആണ്. വിസിബിലിറ്റി കുറച്ച് കുറയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് മറ്റേ ഓവർ ഹെഡ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു 1.2 മീറ്ററിലാണ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ പെട്ടെന്ന് വരുമ്പോ നമ്മൾ കൗണ്ടറിൽ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണില്ല. ഇപ്പൊ വീടിന്റെ കിച്ചണും ഈ ഇത്ര ഏരിയകളെല്ലാം ഒരു കോമൺ സ്പേസിലാണ് വന്നിരിക്കുന്നത്. ബാക്കി ബെഡ്റൂം ഏരിയ എല്ലാം നമുക്ക് തൊട്ടപ്പുറമുള്ള നെക്സ്റ്റ് സ്ലോപ്പിലാണ് വന്നിരിക്കുന്നത്. അതെ. നെക്സ്റ്റ് തട്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐലൻഡ്, അത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു. ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം ഒരു ഐലൻഡ് വേണമെന്നാണ്. കാരണം അവർ കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പൊ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടണം എന്നുള്ളത്. ഇത് ശരിക്കും ഞാൻ അങ്ങനെ ആലോചിക്കരുത്. വലിയൊരു ജോയിന്റ് ഫാമിലി അല്ലെങ്കിൽ ചെറിയ ജോയിന്റ് ഫാമിലി, അപ്പം അവരാണെങ്കിലും ഇത്ര ഒരു വലിയ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെ പാചകവും അവിടെ അവരുടെ കൂടിച്ചേരലും നടക്കും. അപ്പൊ എപ്പോഴും മറ്റേ ഇൻവോൾവ് ആയിരിക്കും ആക്ടിവിറ്റീസിൽ. മൊത്തം എല്ലാവരും ഒന്നിപ്പിക്കുന്ന ഒരു ഇടമായിട്ട് ഈ മൊത്തത്തിൽ ഈ ഏരിയ മാറുകയാണ്. ഡൈനിങ് സ്പേസ് അടക്കമുള്ളത് ഒരു ബ്രൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാക്സിമം സ്റ്റോറേജ് വേണം എന്നുള്ളത് ഒരു റിക്വയർമെന്റ് ആയിരുന്നു. അപ്പൊ നമുക്കത് സ്കോപ്പ് കിട്ടുന്നിടത്തൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ടോട്ടൽ ചേഞ്ച് കുറച്ച് ഗ്രീൻ സ്പേസ് ആഡ് ചെയ്യുന്നതോടെ അപ്പം അങ്ങോട്ടേക്ക് ഒരു പ്രൈവസി കൊടുക്കാനുള്ള രീതിയിലാണെന്ന് തോന്നുന്നു ഇവിടെ. അതെ, ഒരു ഹാഫ് വാള് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് സൈഡ് പൂജ ഏരിയ ആണ് വരുന്നത്. ഫ്രണ്ട് സ്പേസും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ചെറിയൊരു ഷെൽഫ്, ഒരു ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പാഷ്യോ സ്പേസ് കം പൂജ എന്നുള്ള ഇതാണോ പ്രയർ ഏരിയ ആയിട്ട് വരുന്നത്? അതിന്റെ ഉള്ളിലായിരിക്കും അല്ലേ? അതെ, അതിന്റെ ഉള്ളിൽ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ്. ഒരു ട്രഡീഷണൽ സംഭവം ബ്രേക്ക് ചെയ്യാന്നുള്ളതും കൂടി ഉണ്ടായിരുന്നു നമ്മൾ മൈൻഡിൽ, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ. ഇൻബിൽഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. അതെ, ഇൻബിൽഡ് ആണ്. അപ്പൊ അത് നമുക്ക് അത്രയും സ്പേസ്, ബാക്കിയുള്ള സ്പേസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് ആള് നിന്നാലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പം നടുക്കോട്ട് വെട്ടം വരുന്ന ഒരു വലിയൊരു സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ സ്കൈലൈറ്റിൽ ആ ഗ്ലാസ്സിൽ നമ്മളൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പിലൂടെയാണ് ഇപ്പൊ ഈ മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ താഴോട്ട് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, മുകളിലോട്ട് കാണുമ്പോൾ. പിന്നെ വെള്ളം വരാതിരിക്കാൻ ഒരു എക്സ്ട്രാ ഓവർ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിന്. ഇങ്ങോട്ടേക്ക് വെള്ളം വീഴില്ല? ഇല്ല, വീഴില്ല. ഗ്ലാസിന്റെ മുകളിൽ. ഓക്കെ. യെസ്. കണ്ടോ ഈ ഇരിപ്പിടമൊക്കെ ഉണ്ടോ? 4 ബെഡ്റൂമുകളാണുള്ളത്. ഒരു ബെഡ്റൂം അവിടെ വന്നിരിക്കുന്നു അല്ലേ? അത് പാരന്റ്സിന്റെ റൂമാണ്. അവർക്ക് ഇനിയിപ്പോ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട്
മറ്റേ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഫാമിലി സ്പേസിലേക്ക് പോകുന്ന ആ ഭാഗത്തുള്ള ട്രാൻസിഷൻ സോൺ ആണ് ഇത്. അപ്പൊ അതിൽ ഒരു സൈഡ് നമുക്ക് പൂജ വരുന്നുണ്ട്, പിന്നെ കോമൺ ആയിട്ടുള്ള വാഷ് ബേസിൻ വരുന്നുണ്ട്, പിന്നെ പൗഡർ റൂമും വരുന്നുണ്ട്. മനസ്സിലായില്ല, ഞാൻ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാള് കൊടുത്തിരിക്കുന്നത്. ഒരു ക്ഷമയെ നമുക്ക് ചെരുവിലേക്ക് നീങ്ങാം അല്ലേ. ഇതാണ് നമ്മുടെ സ്ലോപ്പ് കോർട്ട്യാർഡ് കോറിഡോർ. നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഒരു 3 അടി ഡിഫറൻസേ ഉള്ളൂ. അത് നമ്മളിങ്ങനെ സ്റ്റെപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം. ആ സ്റ്റെപ്പിനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് സീറ്റിംഗ് ആയിട്ട് മാറും. സീറ്റിംഗ് പ്ലാന്റർ ഒരു ഏരിയ ആയിട്ട് മാറുന്നു. അപ്പൊ ആ പ്ലാന്ററിൽ തന്നെ 2 തട്ടായിട്ട് കോർട്ട്യാർഡ് കൊടുത്തിരിക്കുകയാണ്. ഓ, ഇത് നല്ല ഒരു അടിപൊളി ഫാമിലി ടൈമിന് പറ്റിയ സ്ഥലമാണ്. അതെ അതെ. നമ്മുടെ ആർക്കിടെക്ട് ഇതിന് പേര് കൊടുത്തത് തന്നെ ഹൗസ് ഓൺ എ സ്ലോപ്പ് എന്നാണ്. അപ്പൊ അവര് ഈ സ്ലോപ്പ് വെച്ചുകൊണ്ട് ഇത് ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ പ്ലാൻ കണ്ടപ്പോൾ തന്നെ നമ്മൾ ആകെ വണ്ടറായിപ്പോയി. ഇതിങ്ങനെ ചെയ്യാവോ, നമുക്ക് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്ലോപ്പായിട്ട് പോലും നമ്മൾ ഫുൾ പണി നമ്മൾ കാണുന്നുണ്ടല്ലോ. താഴെയാണല്ലോ നമ്മുടെ പഴയ വീട്. ഒരു ലോഡ് മണ്ണ് പോലും ഇവിടുന്ന് എങ്ങോട്ടും മാറ്റേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. അതുപോലെ ഓട് വെക്കുമ്പോൾ നമുക്ക് ലൈറ്റിന്റെ വിഷയം വരുമോ, ഡാർക്കായി പോകുമോ എന്നുള്ളത് ഒരു ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവർക്കും തന്നെ അറിയാലോ, എല്ലായിടത്തും വെട്ടാണ്. അതും വലിയൊരു സന്തോഷമായിരുന്നു. ഒരു റെഫറൻസ് പോലെ ആൾക്കാർ ഈ വീട് വന്ന് നോക്കുന്നുണ്ട്. ഇനി വീട് വെക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒത്തിരി പേര് ആർക്കിടെക്റ്റിന്റെ നമ്പർ ചോദിച്ചു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷമാണ്. ശരിക്കും നമ്മളിവിടെ ഒരു ഫോട്ടോ കോർണർ പോലെ വരുന്നവരെല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അത്യാവശ്യം റീഡിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. നാച്ചുറലി ലിറ്റ് ആണ്. നമുക്ക് ലീനിയർ ആയിട്ടൊരു സ്കൈലൈറ്റ് വരുന്നുണ്ട്. അപ്പൊ അത് ഓരോ സീസണിനനുസരിച്ചിട്ട് അതിന്റെ ആ ഒരു ഇന്റൻസിറ്റി കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും. ആ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ മുകളിൽ. അതെ അതെ, അതും ഒരു സ്ലാൻഡിങ് ഉള്ള ഒരു ടൈപ്പ് ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നല്ല ലൈറ്റ് ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഒരു പേൾ ഗ്രാസ് ഒക്കെ വെച്ച്. പേൾ ഗ്രാസ് ഒക്കെ നാച്ചുറൽ ആണ്, നാച്ചുറൽ ഗ്രാസ് തന്നെയാണ്. അപ്പൊ നമ്മൾ സ്ലോപ്പിന് മുകളിൽ കയറി. ഓക്കെ, ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ടൈല് ഫ്ലോറിംഗ് ഡിഫറെന്റ് ആയി. അതെ, ഇവിടെ എത്തുമ്പോ പിന്നെ ഗ്രാനൈറ്റ് ആയിട്ട് മാറി. പിന്നെ അതില് 3 ബെഡ്റൂംസിൽ 1 ബെഡ്റൂം അവിടെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 2 ബെഡ്റൂംസ് ഈ ഭാഗത്തും ആയിട്ടാണ്. അപ്പൊ കംപ്ലീറ്റ് പ്രൈവസി കിട്ടുന്ന ഒരു ഏരിയ കിട്ടും. അതെ അതെ, അതിന്റെ ഡോർസ് നമ്മൾ കാണുന്നില്ല. ഈ 2 ബെഡ്റൂംസിന്റെ നമ്മൾ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ എവിടെയൊന്നും മനസ്സിലാവില്ല. ഇല്ല. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കുറെ കൂടെ ഒരു ലൈറ്റും കൂടെ, ഒരു ക്രിയേറ്റീവ് എന്റർടൈൻമെന്റ് സ്പേസ് പോലെ. അതെ അതെ, ഇതൊരു പ്രൈവറ്റ് ഏരിയ ആയി മാറി നമ്മൾ ഇങ്ങോട്ട് വരുന്നോട് കൂടിയിട്ട്. അപ്പൊ ഇപ്പൊ ഫോട്ടോ ഫ്രെയിംസ് ആണെങ്കിലും ഒക്കെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫാമിലി ഫോട്ടോസ്, ഒരുപാട് സിനിമകള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ, അതൊക്കെ ക്ലയന്റ് ചോയ്സ് ആണ്. അവര് സെലക്ട് ചെയ്ത് തന്നാണ് ഏതാണ് നമുക്ക് ഫ്രെയിം ചെയ്യേണ്ടത്. ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം സ്പേസ് ആണ്. അപ്പൊ അതിന് മുൻപായിട്ട് ഇവിടെ ഒരു സ്റ്റഡി വരുന്നുണ്ട് ഏരിയ. വലിയ വിൻഡോ, സിസ്റ്റം ഒക്കെ വെക്കാൻ പോവാണ്. അതെ, വരുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നല്ല ലൈറ്റ് കിട്ടുന്ന രീതി തന്നെ വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഒരു ആർച്ച് ഷേപ്പില് അതും നമ്മുടെ ഈ ഒരു സ്കൈലൈറ്റിന്റെ പാറ്റേൺ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ചെറിയ 4-1 സർക്കിൾ ആണത്. അതേ സർക്കിൾ തന്നെയാണ് നമ്മൾ സ്കൈലൈറ്റിന്റെ ആ മുകളിൽ സ്ലാബ് മുകളിലോട്ട് വാർത്ത് കൊടുത്തിരിക്കുന്നത്. എന്തിനും ഒരു റീസൺ ഉണ്ട്, ഒരു കണക്ഷൻ കൊടുക്കുന്നതിന് ലോജിക് അത് ചെറിയൊരു നിർബന്ധമുണ്ട്. അതെ, യെസ്. അപ്പം ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഇവിടുന്ന് മെല്ലെ അങ്ങനെ ബാക്കി സ്ഥലത്തേക്ക് പോവാം. വാവ്, ഇവിടെ വന്നപ്പോഴത്തേക്ക് തീം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി. ഒരു ടിൻഡ്, ഒരു പിങ്ക് ലെവലിലോട്ട്. അതിൽ നമ്മൾ ഒരു ബോർഡർ ടൈൽ എന്നുള്ള രീതിയിൽ ഹെഡ് ബോർഡിന്റെ സൈഡിൽ ടൈൽസ് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ 20x20 ആ ഒരു ഫ്ലോറൽ ആയിട്ടുള്ള പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. അതങ്ങനെ പലയിടത്തും കാണാൻ പറ്റും. അതെ അതെ, അത് ഒരു ജസ്റ്റ് ഒരു ഹൈലൈറ്റിങ്ങിന് വേണ്ടി മാത്രം നമ്മുടെ എഡ്ജിൽ മാത്രം കൊടുക്കുന്ന ഒരു. അതെ അതെ, ബാക്കിയൊക്കെ നമ്മൾ ഒരു പ്ലെയിൻ ഇതിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, നൈസ്. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കിങ് സൈസ് ബെഡാണ്. പിന്നെ അതിൽ 2 സൈഡും ബെഡ് സൈഡ് ടേബിൾസ് വരുന്നുണ്ട്. 2 ഡിഫറെന്റ് ബെഡ് സൈഡ് ടേബിൾസ് ആണ്. പിന്നെ ഒരു അഡീഷണലി ജനൽ വരുന്നുണ്ട് ഹെഡ് ബോർഡിന്റെ ഭാഗത്ത്. പിന്നെ അത് എല്ലാം ഓപ്പണബിൾ ആണ്. അതിൽ ഒന്ന് മാത്രം ഫുൾ ബോഡിയും പിന്നെ ഒന്നിൽ ഗ്ലാസ് വരുന്ന രീതിയിൽ വെളിച്ചം കിട്ടാൻ വേണ്ടി. യെസ്, ഇവിടെ വരുമ്പോഴത്തേക്കും സ്പെഷ്യൽ ആയിട്ടൊരു ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിലത്തെ വിൻഡോ കംപ്ലീറ്റ് ആയിട്ട് തുറക്കാൻ പറ്റും. പിന്നെ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ടീക്ക് വുഡിൽ തന്നെ ഒരു സെപ്പറേഷനും കൊടുത്തിട്ടുണ്ട്, വീഴാതിരിക്കാൻ. ഇത് ബാക്ക് സപ്പോർട്ട് കുട്ടികളൊക്കെ ഇരിക്കുവാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇരുന്നാലും ചാരി ഇരിക്കാം, കൈ വെച്ചിരിക്കാം എന്നുള്ള. നിങ്ങൾ പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് വെളിച്ചം മൊത്തം വീടിന്റെ ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിലാണ്. അതെ, കൊള്ളാം. അങ്ങനെ ഏരിയയാണ്. ഇങ്ങോട്ടേക്കാണ് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നത്. മിററിന്റെ ഷേപ്പും ഡിസൈനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെയാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത് അല്ലേ?
സ്റ്റോറേജ് സ്പേസ് ഒക്കെ നോക്കുക. ബിൽഡിൻ ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതും ലെങ്ത് വേണം നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു സെപ്പറേറ്റ് ചെറിയൊരു വാക്കിൻ വാർഡ്രോബിന് പകരം ഡയറക്റ്റ് ബെഡ്റൂമിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. റൂംസിലെല്ലാം ഡ്രസ് വർക്കാണ്. ആ ചെറിയ കോർട്ട്യാർഡ് ഭാഗം മാത്രമാണ് നമ്മൾ RCC ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ സിമെന്റ് ഫിനിഷ് ആയിട്ടുള്ള വാള് ഇവിടെ വന്നിട്ടുണ്ട്. അതെ അതെ, അത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു തീം എന്നുള്ള രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ബെഡ്റൂം നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഫോയർ സ്പേസ് ഉണ്ട്. പെട്ടെന്ന് മനസ്സിലാവില്ല ഇവിടെ ഇങ്ങനെ ബെഡ്റൂം. ഇങ്ങനെ കയറാം. കയറി വരുമ്പോൾ നമ്മൾ ഫ്ലോറിൽ ഡിഫറൻസ് ഒക്കെ നോക്കുക കേട്ടോ. നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അമ്യൂണിറ്റീസ് ഒക്കെ ആൾമോസ്റ്റ് സെയിം ആണ്. മറ്റേ ലേഔട്ടിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. പിന്നെ ഒരു അഡീഷണൽ ആയിട്ടൊരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്. വിൻഡോയും ഒക്കെ ആണെങ്കിലും സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ അതെ, ഹൈറ്റും ഒക്കെ അതെ അതെ, ഒരേ ക്യൂബ്സ് ആണ് ഇത്. അതായത് ആ ഒരു സ്ലോപ്പ് ഒക്കെ മൂന്നും ഒരേ സ്ലോപ്സ് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നൈസ്, ഇഷ്ടപ്പെട്ടു. കോട്ട് സൈസ് ആണെങ്കിലും സെയിം സെയിം കിങ് സൈസ് ആണ് വരുന്നത്. പിന്നെ നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ട് വാഷ്റൂം വരുന്നുണ്ട്. ഈ ഇത്തരം പെയിന്റിങ്ങുകൾ സാധാരണ ഷമ്മീന്റെ വീടുകളിൽ കാണാറുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്, പലയിടത്തും കാണാൻ പറ്റും അല്ലേ? അത് ഒരു 4 പീസായിട്ട് ചെയ്തിട്ട് ഒരേ ഇമേജ് തന്നെയാണ് 4 പീസിൽ ചെയ്തു. ഷമ്മി വരയ്ക്കുന്ന ആളാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? കൊള്ളാം. അപ്പം ഇനി നമുക്ക് വരുന്നത് ലാസ്റ്റ് കയറി വരുമ്പോൾ തന്നെയുള്ള ആ ബെഡ്റൂം ആണ്. അമ്യൂണിറ്റീസ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ് വരുന്നത്. യെസ്, കൊള്ളാം. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ഫുൾ ആയിട്ട് തുറക്കാൻ പറ്റും മറ്റേ കണ്ട പോലെ തന്നെ. പിന്നെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട്. പിന്നെ ഒരു വാർഡ്രോബ് സ്പേസ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ടോയ്ലറ്റും എല്ലാം നോർമലി നമ്മൾ അവിടെ കണ്ട അതെ അതെ സെയിം ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വിൻഡോ തുറന്നവർക്ക് പഴയ വീട് കാണാം. പഴയ വീട് അങ്ങോട്ടേക്കാണ് തുറക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഹൗസ് ഓൺ സ്ലോപ്പ് അല്ലേ, ആ വീട്ടിൽ നിന്ന് ചെരിവുള്ള പ്രതലത്തിലുള്ള ആ വീട്, മലഞ്ചെരുവിലെ വീട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വീടായിരുന്നു. നല്ല രസമുള്ള കുറെ പുതുമയുള്ള കുറെ കാര്യങ്ങൾ കാണാൻ പറ്റി, അറിയാൻ പറ്റി. ഷമ്മി എന്തായാലും താങ്ക്സ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഭയങ്കര രസം. 2 വികൃതി പിള്ളേരുണ്ട്, അവരെ കൊണ്ട് ഇവർ മടുത്തിരിക്കുക ഷൂട്ടിങ്ങിന് ഇടയ്ക്ക്. അപ്പൊ എന്തായാലും താങ്ക്സ് കേട്ടാ. അടിപൊളി വീട്, സൂപ്പർ വീട്. താങ്ക് യു. ഓക്കെ, അപ്പം എന്തായാലും ഈ വീട്ടിൽ ഒരുപാട് കാലം സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. തുടങ്ങിയല്ലേ ഉള്ളൂ അല്ലേ? നല്ല സന്തോഷമുള്ള കുടുംബങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്കും ഒരു പോസിറ്റീവ് ഫീലാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഷമ്മി, ടൈൽസ് ഓഫ് ഡിസൈൻ സ്റ്റുഡിയോ അല്ലേ? യെസ്. അപ്പം ഷമ്മിയുടെ മുൻപ് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ചാനൽ ഫോളോ ചെയ്യാം. അപ്പം ഫാമിലി, ഷമ്മി ഒരു ബൈ പറഞ്ഞേരെ. ബൈ.